അപ്പോൾ ഇന്നത്തെ യാത്ര വളരെ സന്തോഷത്തോടെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കാറിൽ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ വന്നിരിക്കുക കേട്ടോ. ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജായ താങ്ങിലേക്ക് പോവുകയാണ്. വേറൊരു വില്ലേജ് ഉണ്ട് ഉത്തരാഖണ്ഡിൽ, മന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആട്ടോ. മന എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ടിബറ്റാണ് കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പാകിസ്ഥാൻ ബോർഡർ കാണാം കേട്ടോ. സോ ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജായ ലഡാക്കിലെ താങ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ്. നോക്കി നമ്മുടെ ഇന്ത്യൻ കോടി നിന്ന് പറക്കുന്ന പറക്കൽ കണ്ടോ. അപ്പുറത്ത് കാണുന്നതാണ്, ഗ്രീനിഷ് കാണുന്നതാണ് പാകിസ്ഥാൻ ബോർഡർ കേട്ടോ. ആ ഇന്ത്യൻ ഫ്ലാഗിൽ നിന്ന് പറക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇതാണ് ഷയോക്ക് റിവർ. ഇത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കാട്ടോ ഈ റിവർ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണ്, പാകിസ്ഥാനിലേക്കാണ് ഈ ഒരു റിവർ പോകുന്നത്. ഷയോക്ക് എന്നാണ് ഈ ഒരു റിവറിൻ്റെ പേര്. അത് കഴിഞ്ഞ് നമ്മളെ പോയത് ടിസ്കിറ്റ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഒരു വലിയൊരു ഓൾഡ് ബുദ്ധ ടെമ്പിൾ ഉണ്ട്, അവിടെയാണ് പോയത്. ഇതിൻ്റെ തൊട്ടടുത്ത് നുബ്ര വേലിയിലാണ് നമ്മുടെ സ്റ്റേ. അതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, അതെല്ലാം കണ്ടിട്ടാണ് പോയത്. എന്തായാലും ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര അഭിമാനത്തോടും കൂടി നമ്മുടെ കാറിൽ കന്യാകുമാരിയിൽ നിന്നും, ഓൾമോസ്റ്റ് കന്യാകുമാരിക്ക് അടുത്തു നിന്നാട്ടോ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. കന്യാകുമാരിയിൽ നിന്നും ലഡാക്കിൽ വന്ന് ലാസ്റ്റ് വില്ലേജ് വരെ നമുക്ക് നമ്മുടെ കാറിൽ കാണാൻ പറ്റിയത് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര പ്രൗഡായിട്ട് നമുക്ക് ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ വരാൻ പറ്റി, നമ്മുടെ സ്വന്തം കാറിൽ വരാൻ പറ്റി, കാണാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയാലോ, എനിക്കൊന്ന് നേരെ ചൊവ്വ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ കേട്ടോ. താങ് വില്ലേജ് ഞാനൊന്ന് ഇറങ്ങി കണ്ടു, ഫോട്ടോസ് എടുത്തു. ഇവിടെ എങ്ങും ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ഡെസേർട്ട് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇറങ്ങാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും എനിക്ക് വയ്യായിരുന്നു. ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വേദയും ഏട്ടനും കൂടിയാണ് ഇറങ്ങി ഇവിടെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അവരിറങ്ങി കണ്ടു, കയറി. അവർക്ക് ക്യാമലല്ല, ഈ ഒരു അനിമലിൻ്റെ പേര് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്യാമലിനും യാക്കിനും കൂടി ഉണ്ടായ ഒരു സാധനമാണെന്ന് തോന്നുന്നു, എൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ കയറി സഫാരിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേദയോടൊക്കെ പറഞ്ഞപ്പോൾ വേദയ്ക്ക് ഒന്നും വേണ്ട. പക്ഷെ അവരവിടെയൊക്കെ ഇറങ്ങി ബുദ്ധ ടെമ്പിളും ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കണ്ട് കേട്ട് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് നിങ്ങളെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ കാറിൽ ഒരേ ഇരിപ്പായിരുന്നു. താങ് വില്ലേജ് കാണാനായിട്ട് ഇറങ്ങി കണ്ടു, അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, കാറിൽ കയറി ഇരിപ്പായിരുന്നു. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവിടുത്തെ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തണുപ്പ് അത്രയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടല്ല, എൻ്റെ ബോഡിക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാവാം, എനിക്കറിയില്ല കേട്ടോ. ഈവനിങ് ലഡാക്കി സ്പെഷ്യലായ തുപ്ക കേട്ടോ ഞാൻ കഴിച്ചത്. കൊള്ളായിരുന്നേ.